Shalom Estarayo Amkadeshe Lokate Shubuhato Manahimese Shalahu Istal Shubaho Yumnu Homo Sebatod Kohane Blessed be the name of the eternal triune God. I would like to extend a warm welcome to each of you
who have gathered today to pay tribute to his beatitude, the late lamented Abunmor Basilius Thomas I. Saint Paul, in his epistle to the Hebrews, chapter 13, verse 7, says, "Remember your leaders, those who spoke to you the word of God. Consider the outcome of their way of life and imitate their faith." So we are gathered together to remember our beloved Kadoliga Bava and imitate his faith. May I now please invite His Eminence, Dr. Kyriakos Mor Theophilios, to open the Malankara Syriac Orthodox Church Europe Youth Association condolence meeting with a prayer. റെഡിയാണ് തിരുമേനി. എല്ലാം ഇപ്പോൾ റെഡിയാണ്. ചൊല്ലി. ഓക്കെ, നമ്മുടെ ഒരു നിമിഷം നമ്മുടെ ശ്രേഷ്ഠഭാവ തിരുമേനിയെ നമ്മുടെ ദൈവസന്നദ്ധിയിൽ നമുക്ക് ഓർക്കാം. പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹമായി 50 വർഷത്തോളം മെത്രാപ്പൊലീത്തയായും 22 വർഷത്തോളം സഭയുടെ കാതോലിക്കയായും നമുക്ക് നമ്മുടെ ബാവയെ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തതുപോലെ തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ അജഗണങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച നമ്മുടെ ബാവായുടെ ജീവിതം ധന്യമായി ഈ സഭയ്ക്ക് അനുഗ്രഹമായി, സഭാമക്കൾക്ക് ദൈവിക കൃപയുടെ വലിയ മുഖാന്തരമായി മാറിയതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് സ്വർഗീയ ത്രോണോസിൽ സ്വർഗീയ മാലാഖമാരോട് കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബാവായുടെ അധന്യതയാർന്ന ജീവിതവും ശ്രേഷ്ഠമായ മാതൃകയും നമുക്ക് അനുകരിക്കുവാൻ ശ്രമിക്കുകയും വിശ്വാസസ്ഥിരതയും ദൈവത്തിലുള്ള ഭക്തിയും നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർക്കുകയും ചെയ്യാം. ഇപ്പോൾ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ ബാവായ്ക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് അർപ്പിക്കാം. ചേർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേം ലുയ്യോ ഹാലേം ലുയ്യ. നിൻ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയ ഹാലേ ലോയ. എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും ബാർക്കുമോ. ഭോല ഭോല ബ്രോവൽ റോഹോ കാദീശോ. എൻപോലം വാദാമുൽപോലം ഒൽമീനാമേ. ശുചിയൊടു ശുദ്ധ്യാബെസ്കോദിശ. സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. സ്തൗമൻ കാലോസ് കുറിലായിസോ. പാരനിൽ ഭക്ത്യമദ്ബഹായിൽ പരിചരിച്ചെന്ന ശ്രേഷ്ഠാചാര്യനെ
പരമാനന്ദാലോകത്തിൽ പരിചോടിരേർച്ചേ ബാർക്കുമോ Hola, bola, grovel, rojo, cadisho. മറന്നീടല്ലേ സൂനുനാഥ ശുശ്രൂഷകനാം ശ്രേഷ്ഠാചാര്യനെ ഉയർപ്പിൻ വലിയൊരു നാളിങ്കൽ അവർക്കേകണമേ മൂക്ക കാന്തി മൊറിയോറാകെ മാലൈനുവാദാരേ Acharyesha, Mashiha Kuda, Shagalarpicha. ശ്രേഷ്ഠാചാര്യൻ നേകുക പുണ്യം നാഥസ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങൾ രക്ഷിച്ചോളാമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. Thank you, dear Tirumeni, for leading us in prayer. I have heard from my grandparents that our beloved Baba Tirumeni was rigorous in prayer, deeply spiritual and humble. They fondly remember Baba Tirumeni kneeling to say all his hourly prayers, even in the train journey from Hyderabad to Alua. May I now request the Youth Vice President, Reverend Father Renju Kurian, to give the welcome speech. താങ്ക് യു സോഫിയ. ബാർക്കുമോർ തിരുമേനി, വന്നി അറമ്പാച്ചൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കൗൺസിൽ മെമ്പേഴ്സ്, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ, മെമ്പേഴ്സ്, വനിതാ സമാജം മെമ്പേഴ്സ്, ഭാരവാഹികൾ, അതുപോലെ തന്നെ സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികൾ, മെമ്പേഴ്സ്, എല്ലാവർക്കും സന്ധ്യാവന്ദനം. നമുക്ക് അറിയാവുന്നതുപോലെ പുണ്യശ്ലോകനായ അബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കതോലിക്ക ബാവ തൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷകളും ചുമതലകളും പൂർത്തീകരിച്ച് ദൈവ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 34 ദിവസം തികയുമ്പോൾ സഭാവ്യത്യാസം കൂടാതെ, സാമുദായിക വ്യത്യാസം കൂടാതെ ആ വേർപാടിൻ്റെ വേദന പങ്കുവച്ചവരാണ് നാം എല്ലാവരും. തൻ്റെ 95 വർഷക്കാലത്തെ ജീവിതം 1952 മുതൽ 58 വരെ ഷമാശനായും 58 മുതൽ 73 വരെ അച്ഛനായും 1973 മുതൽ മെത്രാപ്പോലിത്ത ആയും 2002 മുതൽ കാലം ചെയ്യുന്നതുവരെയും സഭയുടെ പ്രാദേശിക തലവനായും കതോലിക്ക ആയും അനേക പതിറ്റാണ്ടുകൾ സഭയിൽ പുരോഹിതനായും മഹാപുരോഹിതനായും സഭയെ നയിച്ച യാക്കോബായ സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ മറ്റ് ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല, നാനാജാതി മതസ്ഥർക്കിടയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പിതാവിൻ്റെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീര നഷ്ടമാണ്. ഇന്ന് നാം ആ പുണ്യപ്പെട്ട പിതാവിനെ ഇവിടെ അനുസ്മരിക്കുമ്പോൾ ഇന്നതിന് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. മലങ്കര ശ്രീ ഓർത്തഡോക്സ് ചർച്ച് യൂറോപ്പ് ഭദ്രാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന MSOC യൂത്ത് അസോസിയേഷൻ ഒരു കണ്ടോളൻസ് മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുമ്പോൾ ആദ്യമേ തന്നെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ കണ്ടോളൻസ് മീറ്റിംഗിൽ മെമ്മോറിയൽ സ്പീച്ച് നൽകുവാൻ തക്കവണ്ണം നമ്മോടൊപ്പമായിരിക്കുന്നത് മലങ്കര ശ്രീ ഓർത്തഡോക്സ് ചർച്ച് യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പോലിത്തയാണ്. അഭിവന്യ തിരുമനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേങ്കിൽ അഭിമന്യ തിരുമനസ് അറിയപ്പെടുന്നത് തന്നെ ബാവായുടെ കന്നിപുത്രൻ എന്നാണ്. ബാവ തിരുമേനി കതോലിക്ക ബാവ ആയതിനു ശേഷം ആദ്യമായിട്ട് വാഴിക്കപ്പെടുന്ന മെത്രാപ്പോലിത്തയാണ് അഭിമന്യ തിരുമനസ് കൊണ്ട്. ശമാശനായിരിക്കുന്ന കാലം മുതൽ ഒരു പക്ഷേങ്കിൽ ഇന്ന് കാണുന്ന സാഹചര്യത്തിലല്ല, സഭയുടെ പ്രതിസന്ധിയുടെ കാലത്ത്, ഒന്നുമില്ലായ്മയുടെ കാലത്ത് ബാവായുടെ തണലായി നിന്ന അഭിമന്യ തിരുമനസ് ബാവായുമായിട്ട് വളരെ ആഴത്തിൽ വ്യക്തിബന്ധം പുലർത്തിപ്പോരുന്നവരിൽ ഒരാളാണ് അഭിമന്യ തിരുമനസ് കൊണ്ട്. ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക്
അഭിയുന്ന തിരുമനസ് കടന്നു വരുമ്പോൾ തിരുമേനിയെ ഏറെ ആദരവോടെ MSOC യൂത്ത് അസോസിയേഷൻ്റെ പേരിലും ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഡയസിസിൻ്റെ സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട വന്നിയ റമ്പാച്ചനെ ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തോമസ് മണിമലയത്ത് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വട്ടപ്പറമ്പിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട പോൾ അച്ഛൻ, എൽജോ അച്ഛൻ, ജിജോ അച്ഛൻ, എൽദോസ് അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡയസിസിൻ്റെ ഭാരവാഹികൾ, ജോയിന്റ് സെക്രട്ടറി വർഗീസ് ഇബ്രഹാം, ട്രഷറർ ബേസിൽ, കൗൺസിൽ മെമ്പേഴ്സ്, അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ, സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികൾ, വനിതാ സമാജത്തിൻ്റെ ഭാരവാഹികൾ, എല്ലാവരും ഒറ്റവാക്കിൽ ഏറെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അനേകം ആളുകൾ വിവിധ ദേവാലയങ്ങളിൽ നിന്ന്, യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Achan, for extending a very warm welcome. May I now request Reshma Benoy to sing. Orthodoxo Vishwasam Nishchidamai Stabichora Ignatios Agnimayan Jnana Navadevo Logos നല്ലുറവാകും കൂറിലോസ് കാഞ്ചന ജീവൻ മാറിവാനിയോസ് മോർബേസിൽ ഗ്രിഗോറിയോസ് മോദിയസ് കോറോസ് ക്ലീമീസ് Morpilaxinus ulkristen Severios ഈ നിർമ്മലതാതൻ വാർത്തൻ ഓർമ്മദിനങ്ങൾ ആഘോഷിച്ചിടാം വരുവിൻ ദീപത്തണ്ടിൻ മേലെ ദീപം ആബിച്ചാൻ മൂഷ വിശ്വാസിനിയം ശിമോനിക്ക് പുത്രൻ മാരേഴുണ്ടായി ജ്യോതിസിംഗം വ്യാപിച്ചപ്പോൾ ലോകം ശോഭിച്ചു കഷ്ടപ്പാടില്ലാമേറ്റു ധർമ്മിഷ്ഠന്മാർ വെണ്ണീറായി വീരത്തി തൻ പോരാട്ട താർക്കേകി തൻ സ്മരണം ഭൂലോകത്തിൽ സമ്മാനിച്ച സംസ്തുത്യൻ തന്നെ. Thank you. To God be the glory, and thank you very much, Reshma Chechi, for reminding us through the song to celebrate the memory of our Holy Fathers who gave us our inheritance of Orthodox faith. May I now please invite His Eminence, Dr. Kyriakos Theophilios, Metropolitan and Patriarchal Vicar of Malankara Syriac Orthodox Church Europe, to deliver the memorial speech. Thank you, മോളെ.
In the name of the Father, Son, and the Holy Spirit. Amen. നമ്മുടെ ഡയോസിസിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട വന്യ ജോഷുവ റമ്പാച്ചൻ, നമ്മുടെ യൂത്ത് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രഞ്ജു അച്ഛൻ, അത്രയും സ്നേഹനിധികളായ വൈദിക ശ്രേഷ്ഠർ, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി പ്രിയപ്പെട്ട വർഗീസ്, പ്രിയപ്പെട്ട ബേസിൽ ട്രഷറർ, അതുപോലെ തന്നെ കമാൻഡർ ജോർജ് പടിക്കക്കുടി, ഷെവലിയാർ കുര്യാക്കോസ്, യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു മെമ്മോറിയൽ സർവീസാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നമ്മുടെ സാധാരണയുള്ള മീറ്റിങ്ങുകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഒരു അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാങ്ക്ടിറ്റിയിൽ, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആൻഡ് അറ്റ് ദി ഔട്ട്സെറ്റ് ഐ വുഡ് ലൈക്ക് ടു thank and congratulate our Renju Achan and Youth Association office bearers and all of Youth Association members for conducting this great ceremony. നമ്മുടെ യൂറോപ്പിലെ യൂത്ത് അസോസിയേഷനാണ് നമ്മുടെ ഈ അനുസ്മരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ ബാവാ തിരുമേനിയെക്കുറിച്ച് ഐ എം ഷുവർ ദാറ്റ് യു ഓൾ നോ ആൻഡ് സം ഓഫ് യു നോ ബെറ്റർ ദാൻ മീ, but I just want to share some of my experiences and also my thoughts and my memories. Still I keep so alive in my heart. ബാവാ തിരുമേനിയുമായിട്ടുള്ളതായ എൻ്റെ ബന്ധം ഒരു 35 വർഷം മുൻപ് ആരംഭിച്ചതാണ്. Actually, exactly it was in 1989 when I finished my seminary studies. Then I was asked to serve Bava Tirumeni, then a metropolitan of the Angamali diocese, to serve him as his secretary. നമ്മുടെ ബാവായുടെ സെക്രട്ടറി ആയിട്ട്, അന്ന് ദിവനാസ്യൂസ് തിരുമേനി എന്ന പേര്, സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ചെല്ലാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ആക്ച്വലി I belong to the Kandanad diocese, not in Bava's Angamali diocese. പക്ഷെ ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് ഞാൻ ആ ഒരു ക്ഷണം സ്വീകരിച്ചത്. ബട്ട് I was quite uncertain and bit insecure to accept that responsibility because I was bit confused whether I am able to fulfill my duties diligently and effectively. ഞാൻ ബാവായുടെ അടുത്ത് എന്ന് ബാവായോട് പറഞ്ഞു, ബാവ എനിക്കൊന്നും അറിയാമെന്നില്ല. അപ്പൊ ബാവ എന്നോട് പറഞ്ഞു, ദിവനാസ് തിരുമേനി പറഞ്ഞു, മോനെ അതൊന്നും മോൻ പേടിക്കണ്ട, മോൻ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹയർ സ്റ്റഡിക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ സെമിനാറിന്റെ പഠിത്തം കഴിഞ്ഞുള്ളൂ. അപ്പൊ പറഞ്ഞു, എത്ര മാസത്തോടെ ഉണ്ട് മോൻ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, 5 മാസത്തോടെ ഉണ്ട്. അപ്പൊ 5 മാസം എന്നാലും ഇവിടെ നിൽക്ക്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, മോൻ പഠിക്കണം, പരമാവധി പഠിക്കണം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പുത്തുംകുരിശിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു, മോനെ എനിക്കൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല, മോനൊക്കെ പഠിച്ച് നമ്മുടെ സഭയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, അത് കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലേക്ക് എൻ്റെ ഹയർ സ്റ്റഡിക്ക് പോകാൻ നേരത്ത് ബാവായുടെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് എനിക്ക് തന്നു. അത് എണ്ണി പോലും നോക്കാതെ ആ കവറിലുണ്ടായിരുന്ന പൈസ ബാവ എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോൻ എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോ ആണെങ്കിലും വേറെ ആരോടും ചോദിക്കണ്ട, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഒരു അപ്പൻ, ഒരു പിതാവ് ഒരു മകനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കുന്നത് പോലെ ബാവ യാത്രയാക്കിയിട്ട് പറഞ്ഞു, എന്ന് അവധിക്ക് വന്നാലും ഇങ്ങോട്ട് പോന്നോളണം, എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ബാംഗ്ലൂർ പഠിച്ച 4 വർഷങ്ങളും എൻ്റെ വെക്കേഷൻ മുഴുവനും ബാവായുടെ കൂടെ ആയിരുന്നു. ഞാൻ എപ്പോ ജർമ്മനി പഠിക്കുമ്പോഴാണെങ്കിലും വെക്കേഷന് വരുന്ന സമയത്ത് കുറെ ദിവസമെങ്കിലും ബാവായുടെ കൂടെ പോകുമായിരുന്നു. ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ബാവായിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റി. ഇപ്പൊ മോള് Sophia in her introductory remarks, and she mentioned that he was a man of prayer. ബാവായുടെ ജീവിതം പ്രാർത്ഥന മുഖരിതമായിരുന്നു, എപ്പോഴും ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം. And she mentioned that one of her grandpas experienced that during the train journey, he prayed in the train. അത് ഞങ്ങള് കാറിൽ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും സന്ധ്യയാകുമ്പോൾ 6 മണിയോ ആ സമയത്തൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ബാവ പറയും, മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ യാത്ര മുഴുവനും
അതിപ്പോൾ ഞാനിപ്പോൾ ഒരു മെത്രാപ്പൊലീത്തയായിട്ട് എൻ്റെ ജീവിതത്തിലും പെട്ടെന്ന് ഞാനത് ഓർമ്മ വരുന്നത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ സമയം വരുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് സാധിക്കുന്നിടത്തോളം അത് അങ്ങനെ വണ്ടിയിലാണെങ്കിൽ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പിന്നെ ക്രൈസിസ് നമ്മുടെ ചർച്ചിന്റെ അന്നത്തേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്നല്ല ഭാവകാലം ചെയ്യുമ്പോൾ ഇന്നും അത് തന്നെയാണ്. എന്നും പ്രോബ്ലംസ് ആണ്. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ ബാവ പറയും മക്കൾ ഇവിടെ ഇരിക്കുക, എന്നിട്ട് ചാപ്പലിനകത്തേക്ക് പോകും. ഒരു പായ അവിടെ വിരിച്ചിട്ട് മുട്ടയിൽ നിൽക്കും. ചിലപ്പോൾ മണിക്കൂറുകൾ ആ മുട്ടിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു തീരുമാനവുമായിട്ടായിരിക്കും വരുന്നത്. ആ തീരുമാനങ്ങൾ അത് യഥാർത്ഥമായൊരു തീരുമാനമായിരിക്കും, അതിൽ ഉറച്ചു നിൽക്കും. അപ്പോ നമ്മുടെ സഭയുടെ ഒരു ക്രൈസിസ് കോതമംഗലത്ത് നിങ്ങൾക്കറിയാം. 2002 സഭയ്ക്ക് വലിയ നമ്മുടെ സഭയെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് ഒരാള് തലേദിവസം പ്രസംഗിച്ച് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിട്ട് ബാവായുടെ കോതമംഗലത്ത് ബാവായുടെ കബറിങ്കല് എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം സഭയുടെ വിധി വരേണ്ട ദിവസമാണ്. ആ വിധി വരേണ്ട ദിവസം, നമ്മുടെ സഭ തീർന്നു പോകേണ്ട ദിവസം 11 മണിയായപ്പോൾ ഒരു കടലാസ് ബാവായുടെ കയ്യിലേക്ക് ഒരാൾ കൊണ്ട് കൊടുത്തു. അതിനകത്ത് എഴുതിയിരുന്നതായിരുന്നു, അതിനകത്ത് ആ വിധി പറയാനിരുന്ന ആളുടെ, ആ ജഡ്ജിയുടെ, സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ, ഞാൻ പേര് പറയുന്നില്ല, മലയാളിയാണ്, അച്ഛൻ മരിച്ചു, അതുകൊണ്ട് വിധി മാറ്റിവെച്ചു. 2002. ആൻഡ് ദാറ്റ് വാസ് എ റിസറക്ഷൻ ഫോർ അവർ ചർച്ച്. അവിടെ നിന്നാണ് നമ്മൾ ഒരു പുതിയ ജേർണി ആരംഭിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ബാവ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് ഈ സഭ ഇത്രയും കാലം ഒത്തിരി പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ he was a man of prayer. A man of prayer like Elijah. എലിയാവിനെ പോലെയുള്ള പ്രാർത്ഥനാ ശക്തി. നമ്മുടെ ബാവായും പെരുമ്പള്ളി തിരുമേനിയും ഒക്കെ 74 they were consecrated as metropolitans in 1974, and when they came to India, the situation was so difficult, and they could not enter the churches. ഒരു പള്ളിയിലും കയറാൻ പോലും പറ്റില്ലായിരുന്നു. കുറെ ദിവസം ഒളിവിൽ പോയി താമസിക്കേണ്ട വന്നു. ആ സമയത്ത് ഇവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇടിമക്കൾ എന്നാണ്. ഇടിമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സൺസ് ഓഫ് തണ്ടർ. അവരെ അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഇടിമക്കൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരെയും. അതുകൊണ്ട് തന്നെ സിംഹാസനത്തിന് ബിനർഗേശ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരും കൊടുത്തു ഈ പെരുമ്പള്ളി തിരുമേനിയും ഗിദ്വനാസസ് തിരുമേനിക്കും. അന്ന് പെരുമ്പള്ളിൽ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കും, നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സഭയ്ക്ക് അന്നുണ്ടായിരുന്ന അവർ അസറ്റ്, ദ എൻ്റയർ അസറ്റ് വാസ് ദെയർ ടങ്. അവരുടെ നാവ്, ആ നാവിലൂടെ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി, പെരുമ്പള്ളി തിരുമേനിയും ദിവനാസസ് തിരുമേനിയുടെയും പ്രസംഗങ്ങള്, സ്വർഗീയമായ ആരാധന, അതാണ് ഈ സഭയെ അന്ന് ആ പ്രതിസന്ധികളിലൂടെ ഒക്കെ നയിച്ചുകൊണ്ട് പോയത്. പട്ടിണിയും അതുപോലെ കഷ്ടപ്പെട്ടുമാണ് ഈ സഭയെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്. ഇപ്പൊ ഞാൻ അസോഫിയ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാൻ ഓഫ് പ്രയർ. പിന്നെ അതുപോലൊപ്പം തന്നെ ബാവായെ സംബന്ധിച്ചിടത്തോളം the Holy Throne has given a designation that the Jacob Bardavus of the Malankara Church, മലങ്കരയുടെ യാക്കോബ് പ്രധാന എന്നൊരു ടൈറ്റിൽ നൽകി ബാവ. We all know that who was Jacob Bardavus. യാക്കോബ് പ്രധാന 6th century നമ്മുടെ ചർച്ച്, അന്നത്തെ ബൈസാന്റിയൻ പെർസിക്യൂഷൻ, ആ സമയത്ത് നമ്മുടെ ചർച്ച് ആഫ്റ്റർ കാൽസിഡോൺ ഈ സഭ തീർത്തും ഇല്ലാണ്ടായി ചെയ്ത് പ്രൈസ്റ്റിനെ എല്ലാം ജയിലിലടച്ചു, എക്സൈലിലാക്കി. അങ്ങനെ ഈ ചർച്ച്, നമ്മുടെ സിറിയക് ചർച്ചും അതുപോലെ തന്നെ നോൺ കാൽസിഡോൺ ചർച്ച് ഇല്ലാണ്ടായിക്കൊണ്ടിരുന്നപ്പോഴാണ് യാക്കോബ് ബുർദാന എന്ന് പറയുന്ന ആ വിശുദ്ധനെ, ആ ബിഷപ്പിനെ ദൈവം സഭയ്ക്ക് നൽകുന്നത്. അദ്ദേഹം അന്ന്, you know how many priests he ordained? He traveled across Asia Minor and he ordained 120,000 priests and around 89 bishops. 120,000 അച്ഛന്മാരെയും 89 ബിഷപ്സിനെയും വാഴിച്ച് ഈ സഭയെ, അങ്ങനെ ആ പേര് അതുകൊണ്ടാണ് നമ്മൾ യാക്കോബായക്കാർ അദ്ദേഹത്തിന്. അതുപോലെ മലങ്കര, നമ്മുടെ ഈ ഇന്ത്യയിലെ സഭ, ഈ സഭയിലെ ബിഷപ്സ് ഒന്നും അധികം പേരുണ്ടായിരുന്നില്ല. 13 ബിഷപ്സിനെ നമ്മുടെ ബാവ വാഴിച്ചു. രഞ്ജുവച്ചനോട് പറഞ്ഞതുപോലെ അത് ദൈവം എനിക്ക് തന്ന ഭാഗ്യം. ബാവായുടെ കടിഞ്ഞൂൽ പുത്രനായിട്ട് ആദ്യത്തെ ആ വാഴ്ചയ്ക്ക് ദൈവം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു. അതുപോലെ തന്നെ 350ഓളം വൈദികര്, പ്രീസ്, ഇവിടെ ഇരിക്കുന്നവരിൽ പലരും, ഇപ്പൊ എൽദോസ് അച്ഛനും അതുപോലെ പോളച്ചനും
ഒക്കെ ആ സമയത്ത് ബാവായുടെ ഇത് ഞാൻ ആ പേരെടുത്ത് എൽദോ സച്ചിൻ സെക്രട്ടറി ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാവായുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോ ബാവ 350ഓളം വൈദികരെ പട്ടം കൊടുത്തു. അങ്ങനെ നമ്മുടെ ചർച്ചിനെ ഒരു വലിയ, ഇന്ന് പുത്തൻകുരിശിൽ ഒരു വലിയ ആസ്ഥാനവും നമുക്ക് 10-30 ബിഷപ്സും ഈ ചർച്ച് ഇത്രയും വളർന്നപ്പോൾ, ആൻഡ് ബിഹൈൻഡ് ദാറ്റ് ഹിസ് tears and his toil, that is we cannot forget, the church cannot forget. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് ബുർദാന, മലങ്കരയുടെ യാക്കോബ് ബുർദാന എന്ന് പറയുന്ന ആ പേര് കൊടുക്കുന്നത്. ബാബായുടെ കൂടെ അതുപോലെ യാത്ര ചെയ്യുന്ന ഭയങ്കര രസമുള്ള അനുഭവങ്ങളായിരുന്നു. നമ്മൾ പുറമെ കാണുന്ന നല്ല ഭക്തനായ മനുഷ്യൻ, അതോടൊപ്പം തന്നെ ഒത്തിരി തമാശകൾ പറയായിരുന്നു. നമുക്കൊരിക്കലും ബോറിങ് ഉണ്ടാവില്ലായിരുന്നു. വിയന്നയിലൊക്കെ വരുമ്പോ കുര്യാക്കോസ് എന്നും ജോർജേട്ടനും യാക്കോബേട്ടനും ഒക്കെ എപ്പോഴും പറയാറുണ്ട്, അവിടെയൊക്കെ വരുമ്പോഴാണെങ്കിലും ബാബ അവിടെ വന്നിരുന്ന് ഈ തമാശകളൊക്കെ പറയുന്നതാണ്. ആ ഒരു ഫേസ് ഞാൻ ഒരിക്കലും ഓർക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ മണിക്കൂറുകൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ല. ഒരിക്കലും ഞങ്ങൾ നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ബാബ കാറിന്റെ അകത്തിരുന്നോണ്ട് പറയാ, ഓ എങ്കിലും എൻ്റെ മോനെ കഷ്ടമാണല്ലോ. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ബാബയോട് ചോദിച്ചു, ബാബ എന്താ ഇങ്ങനെ പറയണേ? തിരുമേനി എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ബാബ പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ സംഭവം എന്നറിയാമോ? ബാബ ഞങ്ങള് അവിടുത്തെ പള്ളിയിലെ ട്രസ്റ്റിയോട് ചോദിച്ചു, ബാബ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കും ഭാര്യയ്ക്കും സാമാന്യം പേയുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ബാബ. ആ പേയുള്ളെന്ന് പറഞ്ഞാൽ നല്ല സാലറി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ബാബ തമാശയായിട്ട് ഞങ്ങളോട് പറയാ, ഓ 2 പേരുടെയും പേയാണ് ഈ ആ വീട്ടിലെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി, അതോർത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ചു. അപ്പൊ അതുപോലെ തമാശകള്, അങ്ങനെ ഒത്തിരി ഈ പ്രാർത്ഥനയും ഭക്തിയും ഇതിന്റെ എല്ലാം ഇടയിൽ നമ്മൾക്ക് ഒരിക്കലും ബോറടിക്കില്ലാത്ത യാത്രകളായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞ ബാവ, ഹി വാസ് എ റിയൽ ഗുഡ് ഷെപ്പേർഡ് ലൈക്ക് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്താ പറയുന്നേ? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആൻഡ് വി നോ ദാറ്റ് എ ഷെപ്പേർഡ് ഹൂ ഗോസ് ബിഫോർ ദി ഷീപ്സ്, ആടുകളുടെ മുൻപേ പോകുന്നയാളാണ്. ഇതുപോലെ തന്നെയാണ് ആടുകളുടെ ഒപ്പം നിന്നതാണ്. ക്രൈസിസ് വരുമ്പോ അവിടെ ഈ ഒരു നല്ല ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ചെന്നായോ ഇതൊക്കെ വരുമ്പോ ആടുകളുടെ ചോടുകയല്ല, ആടുകളുടെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും മറക്കൂല, കോലഞ്ചേരി പള്ളിയില് അവിടെ ആ വലിയ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞപ്പോ കോരിച്ചൊരിയുന്ന മഴയാണ്. ഒരു പായിട്ട് അവിടെ ആ റോഡിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മഴ വന്നു, ആളുകളൊക്കെ അതിലെതിലൊക്കെ കയറി. ബാവ എഴുന്നേൽക്കുന്നില്ല. പലരും വന്ന് പറഞ്ഞു ബാവ എഴുന്നേൽക്കുന്നത്. ബാവ പറഞ്ഞു, എൻ്റെ മക്കളെ ഇവിടെ ഇട്ടേച്ച് എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റൂല. ദാറ്റ് വാസ് അവർ ബാവ. ആ ഒരു ഹി സഫേർഡ് എ ലോട്ട് ആൻഡ് ഹി ലെഡ് ഹിസ് പീപ്പിൾ ആൻഡ് ഹി വാസ് വിത്ത് ദം. ബാവ അവരുടെ കൂടെയും അവരുടെ മുൻപേ നടന്ന് ഈ സഭയെ, അങ്ങനെയാണ് ഈ സഭ ഇത്രത്തോളം ഒത്തിരി കേസുകൾ, ബാവയുടെ പേരിൽ 600ഓളം കേസുകൾ ഒക്കെ വന്നു. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ ആ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. ഇനി ഒരു കാര്യവും, 1-2 കാര്യമൂടെ വളരെ പെട്ടെന്ന് പറയട്ടെ. മറ്റൊന്ന്, ബാവയുടെ വിസ്ഡം. നമുക്കറിയാം, there are people who are educated. They know many things. They have the knowledge from the books. The knowledge and wisdom is something different. Knowledge we can acquire from the lectures or from the books or somewhere else. But the wisdom that comes from God. അതോടൊപ്പം തന്നെ ഡിസേൺമെന്റ്, ഒരു വിവേചന ശക്തി, വിവേക ബുദ്ധി എന്ന് നമ്മൾ പറയും. അതെന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ സാധിക്കുക. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് വിവേകവും വിവരവും വിസ്ഡവും ഉണ്ടാകണമെന്നില്ല. ഞാൻ ഒരിക്കലും റേഗൻസ്ബർഗിൽ താമസിക്കുന്ന സമയത്ത് ബാവ അവിടെ വന്ന് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു വലിയ സെമിനാർ നടക്കുക. തിയോളജിയൻസ്, വലിയ വേൾഡ് ഫേമസ് തിയോളജിയൻസ് ഒക്കെ അവിടെ, ബിഷപ്സും ഒക്കെ അവിടെ. അപ്പൊ ബാവായും അതിന്റെ ആ ഒരു സെഷനിൽ, ഇനാഗുറൽ സെഷനിലാണ് അവിടെ വന്നു. അപ്പൊ അവിടെ എന്നിട്ടൊരു ഇത് നടന്നു, വലിയ ഡിസ്കഷൻ നടക്കുക. അപ്പൊ അതിനിടയ്ക്ക് എങ്ങനെ ആർഗ്യുമെന്റ് ഇതൊക്കെ വന്നു. അപ്പൊ ബാവയ്ക്ക് ലാംഗ്വേജ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ബാവ, എന്നിട്ട് ഇവര് പറഞ്ഞു ബാവയുടെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. ഇവര് 2-3 മണിക്കൂറുകൾ ഡിസ്കസ് ചെയ്ത വലിയൊരു ദൈവശാസ്ത്ര വിഷയം. ബാവ ഒരു സിമ്പിൾ എക്സാമ്പിൾ, അറിയാലോ എപ്പോഴും ഈ ഉദാഹരണങ്ങൾ പറയും. ഒരു സിമ്പിൾ എക്സാമ്പിൾ അവിടെ ഇരുന്ന് 2-3 minutes
ആ ആളുകളെല്ലാം ആ തിയോളജിയൻസും അവരൊക്കെ അത്ഭുതപ്പെട്ടിട്ട് അവിടുത്തെ ഒരു ബിഷപ്പ് ചോദിച്ചു, ബാവ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ബാവയോട് പറഞ്ഞു, ബാവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ദൈവത്തിന്റെ യൂണിവേഴ്സിറ്റിയിലാന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അവരൊക്കെ അത്ഭുതപ്പെട്ടു. അവര് പറഞ്ഞു, വാട്ട് എ വിസ്ഡം. അതായിരുന്നു ബാവായുടെ ആ ദൈവീകമായ ജ്ഞാനം, ആ ദൈവീകമായ നടത്തിപ്പ്. അത് നമ്മുടെ ബാവായതുകൊണ്ട് എവിടെ വേണം നമുക്ക് പ്രസന്റ് ചെയ്യാമായിരുന്നു. പിന്നെ ഹി വാസ് എ മാൻ ലൈക്ക് സെയിന്റ് പോൾ. ഒരു ഹി ഹാഡ് ദി തേഴ്സ്റ്റ് ഫോർ ദി ഗോസ്പൽ. അങ്ങനെയാണ് പുത്തൻകുരിശ് കൺവെൻഷൻ നമ്മുടെ ബാവ തുടങ്ങിയതാണ്. മാരാമൺ കൺവെൻഷൻ പോലെ ഈ സഭയ്ക്കൊരു സുവിശേഷീകരണത്തിന്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് അത് അനുഭവിച്ചറിഞ്ഞതാണ്. അവിടെ ഞാൻ ബാവായുടെ കൂടെ സെക്രട്ടറി ആയിട്ട് അവിടെ വരുന്ന ടീച്ചേഴ്സിനൊക്കെ വെള്ളമൊക്കെ കാപ്പിയൊക്കെ എടുത്തു കൊടുക്കാനായിട്ടാണ് അന്ന് ചെമ്മാച്ചനായിട്ട് നിന്നത്. ഒരു ദിവസം വളരെ യാദർച്ഛികമായിട്ടാണ് ജർമ്മനിയിൽ നിന്നൊക്കെ വന്നുള്ള പ്രീച്ചേഴ്സ് ഉണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ആള് വന്നില്ല. അതാരുടെ പേര് ഞാൻ പറയണില്ല, ഇന്ന് നമ്മുടെ സഭയിൽ ഇല്ല, അദ്ദേഹം വന്നില്ല. എല്ലാവർക്കും ഭയങ്കര ഇതായി, അങ്കലാപ്പായി, സമയമായിട്ടും വരുന്നില്ല. അപ്പൊ ബാവ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മോൻ അങ്ങ് ട്രാൻസ്ലേറ്റ്. ഞാൻ പറഞ്ഞു, ബാവ ഞാനൊരു ജീവിതത്തിൽ ചെയ്തിട്ടില്ല, എനിക്ക് ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയാമല്ല. അപ്പൊ പറഞ്ഞു, മോനല്ല ഇന്ന് പറയുന്നേ, അത് തരും, ദൈവം തന്നോളും, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ബാവ തല കുമ്പിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ ആ സംഘാടകരുടെ ഒരു അച്ഛൻ നിന്ന് അവിടെ നിന്ന് കരയുക. ഞാൻ വിചാരിച്ചു എല്ലാ ഫ്ലോപ്പായി. അച്ഛൻ എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ചെമ്മാച്ച, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് സംസാരിച്ചത്. അതിനുശേഷം പിന്നെ പുറകോട്ട് നോക്കണമെന്നില്ല. പിന്നെ ആ ട്രാൻസ്ലേഷനൊക്കെ ഞാൻ പറഞ്ഞത്, അന്ന് ബാവ തന്നെയ ഒരു ശക്തിയും ധൈര്യവും ഒക്കെ, അതൊക്കെയാണ് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഭയുടെ സുവിശേഷീകരണം, പുത്തൻകുരിശ് സുവിശേഷം, അതോടുകൂടിയാണ് സഭയുടെ നാനാഭാഗത്തേക്കും സുവിശേഷീകരണം വന്നത്. അവസാനമായിട്ട് നമ്മുടെ വൈദിക സെമിനാരി അവിടെ വിയന്നയിലെ അവിടെ ഉള്ളവർക്കറിയാം. അവിടെ ബാവ അതയച്ചനങ്ങളുടെ കൂടെ അവിടെ വന്ന് യൂറോപ്പിൽ ഇതിന്റെ തുടക്കത്തിൽ വന്ന് ശിശക്തിരുമേനിയുമായിട്ട് പരിചയപ്പെട്ട് അവിടുന്ന് കിട്ടിയ കളക്ഷൻസ് എല്ലാ വർഷവും നമ്മുടെ സെമിനാരിയിൽ ക്രിസ്തുമസിന് ബാവ വരുമായിരുന്നു. അത് എത്ര ദൂരെ എവിടെയാണെങ്കിലും വന്ന് മെസ്സേജും ഒക്കെ തന്ന് ഭക്ഷണവും കഴിച്ചേ പോവായിരുന്നുള്ളൂ. നമ്മുടെ യൂറോപ്പ് ഡയോസിസിനെ കുറിച്ച് അവിടെ നമുക്ക് ബാവായി നമുക്ക് മറക്കാൻ പറ്റില്ല. യൂറോപ്പിനല്ല, ഈ ചർച്ചിന്റെ ലോകത്ത് മുഴുവൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ഗൾഫ്, എല്ലായിടത്തും ബാവായുടെ ഉണ്ടാക്കിയ പള്ളികൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ വിയന്നയിൽ അത് തുടങ്ങാൻ സമയത്ത് നമ്മുടെ ഹെർണയിലെ തോമസ് അച്ഛൻ അറിയാം, 2004 അവിടെ അങ്ങനെ എല്ലായിടത്തും ഓടിയെത്തി. ലോകത്തിന്റെ നാനാഭാഗത്ത് തന്റെ മക്കൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഓടിയെത്തി നമ്മുടെ ഈ സഭയ്ക്ക് വേണ്ടി തന്റെ ജീവൻ കൊടുത്ത ആ പുണ്യപ്പെട്ട പിതാവ്, ആ മരണസമയം എന്ന് പറയുന്ന കബറടക്കം നിങ്ങൾ കണ്ടു കാണും. ദൈവം അവിടെ അത്ഭുതമാണ് പ്രവർത്തിച്ചത്. അതെല്ലാവർക്കും പത്രങ്ങളിലെ നെക്സ്റ്റ് ഡേയില് എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഒക്കെ വന്നൊരു വലിയ വാർത്തയുണ്ടായിരുന്നു. ദൈവം പ്രകൃതിയെ തൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നിയന്ത്രിച്ചു എന്ന്. കാരണം എന്താണെന്നറിയാമോ? അതിന് ചുറ്റും ചൂണ്ടി വരെയും അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അവിടെ ആ ബാവായുടെ നമ്മുടെ ഭൗതിക ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിലാപയാത്ര നടത്തി കഴിഞ്ഞപ്പോ ഒരു രാത്രി ഒരു 8 മണി 9 മണിയായ അതുപോലെ കാർമേഘം വന്ന് ഇരുണ്ട് മൂടിക്കെട്ടി നിൽക്കുകയാണ്. അത് പെയ്ത് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വെള്ളത്തിലാവും. ആ കബറടക്കം കഴിഞ്ഞ് ആളുകൾ പോകുന്നവർ ഒരു തുള്ളി മഴ അവിടെ പെയ്യാതെ അത് കഴിഞ്ഞപ്പോൾ, ഞാൻ അവിടുന്ന് 7 മണി കഴിഞ്ഞപ്പോ പോകുന്നത്, ആ പന്തല് പൊളിഞ്ഞു പോകുന്ന മഴയായിരുന്നു. അപ്പൊ ദൈവം തന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നല്ലൊരു യാത്രയായി കൊടുക്കാൻ തക്കവണ്ണം പ്രകൃതിയെ പോലും നിയന്ത്രിച്ച് തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത, തന്റെ ജനത്തെ സേവിച്ച യാക്കോബായ സുറിയാനി സഭയുടെ ഭാരതത്തിലെ അമരക്കാരൻ, ദൈവത്തിന്റെ അഭിഷേകത്തിന് നമ്മുടെ ശ്രേഷ്ഠബാവ തിരുമേനിയുടെ അഭാഗ്യസ്മരണ അദ്ദേഹം നമ്മൾ ഈ പരിശുദ്ധ സഭയുള്ളിടത്തോളം കാലം നമുക്ക് മറക്കാനായിട്ട് സാധിക്കുകയില്ല. ആ ശ്രേഷ്ഠബാവായുടെ സ്വർഗീയ ക്രോണോസിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് ദൈവസന്നിധി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ അഭയപ്പെടാം. അനേക തലമുറകൾക്ക് ഒരു വലിയ മാതൃകയായി, പ്രചോദനമായി വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഇത് ഓർഗനൈസ്
പ്രിയപ്പെട്ട അച്ഛനോടും ഇതിൻ്റെ യൂത്ത് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. മേ ഗോഡ് ബ്ലെസ് us all and go with you all. Thank you, beloved Tirumeni, for encouraging us to imitate the faith of our Baba Tirumeni by sharing your blessed memories and pointing us to God's great faithfulness. May I now request Jacob Shaji to sing a song. Barkmore. ശുദ്ധമദ്ബായ നിന്നെ പിരിഞ്ഞപ്പോൾ ഉരിയാടാതെന്തേ നീ മൗനമായി? ഇതു എന്നന്ത്യബലിയാണെന്നറിഞ്ഞില്ലേ? പിന്നെന്തിനെന്നെ നീ തോഷിപ്പിച്ചു? എൻ കൂദാശയ്ക്കെല്ലാം സാക്ഷിയായി നിന്നിട്ടും സൂചനയൊന്നും നീ തന്നില്ലല്ലോ. ബലിയർപ്പണത്തിനായി നിങ്കലേക്കില്ലിനി യാത്ര ചോദിച്ചിതാ ഞാൻ പോകുന്നു. ഹേ പുരോഹിതാ, നിന്നന്ത്യ ബലിയിന്നു ഞാനാപ്രാമിൻ ബലി നീയോടായി യാത്ര പോയപ്പോൾ സംഘത്താലെന്റെ കരള നെഞ്ചോടു കണ്ണീരും അന്ത്യ ചുംബനവും ഹൃദയം അലിയിക്കും പോലായിരുന്നു. ആചാര്യ നീ വാങ്ങിപ്പോമെന്നറിഞ്ഞതാൽ വിലപിക്കുന്നു ഞാൻ അനാഥനെ പോൽ. കൂദാശയില്ല നിൻ ശുശ്രൂഷയിൽ ഖേദത്താലിൻ മൗനമായി. സൽക്കർമ്മിയാകുമിയാചാര്യ ശ്രേഷ്ഠനെ നരകത്തിലൊരു നാൾ തള്ളിയിടല്ലേ. ശുദ്ധമദ്ബായിൽ സ്പർശിച്ച പാദങ്ങൾ അഗ്നിക്കനലിനു ഇരയാക്കല്ലേ. പരിശുദ്ധ ഗ്രന്ഥത്തിൽ സൂക്ഷിച്ച കണ്ണുകൾ ഉഴുചീതലീവയ്ക്കു കൂടാകല്ലേ. നിന്റെ രക്തശരീരങ്ങൾ ആഘോഷിച്ച കൈകൾ എഴുതി ചൂടാലെ ചുരുട്ടിക്കല്ലേ. കർത്താവേ, നിന്നുടെ മഹിമാദിവസത്തിൽ ഈ ശ്രേഷ്ഠാചാര്യനെ മോദിപ്പിക്കാം. Thank you so much, Jacob Achachan, for the soulful song, capturing the dialogue between the various magnificent elements of the Madbaha, holy altar, and the departed high priest. I would like to now invite the Youth Association Secretary, Isaac Roy, to read the condolence resolution. Thank you, Sophia, for inviting me. Our respected His Eminence Kyriakos Morris Theophilus Tirumeni, our Diocese Secretary, Very Reverend Joshua Rambachan, and Diocese Priest Secretary, Father Dr. Thomas Manimala, also Diocese Joint Secretary, Mr. Varghese Abraham, and other respected dignitaries and my fellow members of our church.
We gather here in profound sorrow to bid farewell to our beloved Abun Mor Basilius Thomas I, Catholicos of the traditional Jacobite Syrian Church in Malankara. His beatitude was the cornerstone of our Sabha, laying the foundation of the Antiochian faith in the modern era through tireless efforts. He immersed himself not only in the depths of our faith, but also in the hearts of all believers. The love, affection, and prayers of his beatitude knew no bounds. He faced numerous challenges with unwavering strength and stood as the pillar of support for the entire church. Through his prayers and harmonious relationship he cultivated with people across the country, he resolved countless difficulties, bringing solace and unity to our community. There is no one who can truly compare to his greatness. Today, thousands of devoted believers visit his tomb, their eyes filled with tears and his heart heavy with prayers. We firmly believe that the prayers offered at his tomb will reach the heavens and be heard by our Lord Jesus Christ. May his soul rest in eternal peace, and may his prayers from above continue to protect and guide us forever. Thank you. Thank you, Isaac Atachin. We will now be seeing a short documentary be displayed on the screen, compiled by Jacob Shaji on the life and times of our Shrestha Baba Tirumeni, and especially his apostolic visits to Europe.
ബലഹീനനായതിനാൽ വരുന്നത് ലെബാനോനിൽ നിന്നാണ്. വിശ്വാസമാണ് ദൈവസന്നിധിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം, അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം അദൃശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ തർക്കങ്ങൾ ചുംബിച്ച് അദ്ദേഹം നൽകുന്ന ശ്ലൈഹിക വാഴ്വുകൾ വിനയപൂർവ്വം നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. സംഘാധിപതേ നിന്നെ ചേർക്കട്ടെ ജീവിത സംഖ്യേ നാഥൻ. Praise God, and thank you very much, Jacob Achachan, for a truly well-crafted documentary, which gives us insights into the life led by our beloved Shrestha Baba. May I now invite Very Reverend Joshua Rambachan, the European Diocese Secretary, to give his condolence message. With His Eminence Dr. Kyriakos Mortheophilos തിരുമനസ്സുകൊണ്ട് യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ വൈദിക സെക്രട്ടറി എത്രയും ബഹുമാനപ്പെട്ട തോമസ് ജേക്കബ് മണിമലച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ജോയിൻറ്റ് സെക്രട്ടറി വർഗീസ്, അതോടൊപ്പം തന്നെ മറ്റ് കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട യൂത്ത് അസോസിയേഷൻ അംഗങ്ങളെ, ഇന്ന് വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ശ്രേഷ്ഠ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അദ്ദേഹം പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ചെയ്ത വലിയ ആ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് തന്നെ സ്വർഗീയ രാജ്യത്തിൽ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ വലിയ പൂർണ്ണതയിലേക്ക് ഉയർത്തപ്പെടത്തക്കവണ്ണം സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഈ നിമിഷങ്ങളെ ചെലവഴിക്കാം. അഭിവന്ദിയ തിരുമനസ്സുകൊണ്ട് ഓർമ്മയുടെ ഇത്രമാത്രം ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെയാണ് ആ ശ്രേഷ്ഠ പിതാവ് സഭയെ നയിച്ചത്. പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ വലിയ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ സഭയെ നയിക്കുവാൻ പ്രാർത്ഥനയുടെ വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തരുവാനും ആ ശ്രേഷ്ഠ പിതാവിന് സാധിച്ചു. പ്രത്യേകിച്ച് ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഒരു സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് ചേർന്ന് ഒത്തിരി അടുത്ത് ഇടപെടാനൊന്നും അവസരം കിട്ടിയില്ല എങ്കിൽ പോലും ഞാനൊരു വലിയ ദൂരെ നിന്ന് എപ്പോഴും അദ്ദേഹത്തെ വീക്ഷിക്കുമായിരുന്നു. അന്നൊക്കെ എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ തിരുമനസ് ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ പ്രാർത്ഥനയുടെ വലിയൊരു ആഴങ്ങൾ, വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിക്കാൻ ഇടയായി തീരുമ്പോൾ ആ കണ്ണുനീരോടെ ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അതൊത്തിരി എന്നെ സ്വാധീനിക്കാൻ ഇടയായി തീർന്നിരുന്നു. പിന്നീട് പലപ്പോഴും വിശുദ്ധ കുർബാന ഞാൻ തന്നെ അർപ്പിക്കുമ്പോൾ അറിയാതെയൊക്കെ ചിലപ്പോൾ ഹൃദയം നുറുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ
അത് പലപ്പോഴും അത്രയും ഒരു സ്നേഹബന്ധം ദൈവത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊക്കെ ആഴപ്പെടുമ്പോൾ മാത്രമാണ്. പിന്നീട് പലപ്പോഴും അങ്ങനെയൊക്കെ ഹൃദയം തുറന്നൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും സാധിക്കാതെ പോകുമ്പോൾ ആ ശ്രേഷ്ഠ പിതാവ് എല്ലാ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എത്രമാത്രം ആത്മബന്ധത്തിൽ ആത്മീയ നിറവിലാണ് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്. അതെന്നെ ഒത്തിരി സ്വാധീനിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നിരുന്നു. കാരണം അത്രമാത്രം ഒരു പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവുമായൊരു അഭേദ്യമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്ന വലിയ മാതൃക പ്രാർത്ഥനയിലൂടെ ഒരു യഥാർത്ഥ തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം കൂടെ നടന്നുകൊണ്ട് നമ്മെ സഹായിക്കാനിടയായി തീരും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനിടയായി തീരുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന ആ വലിയൊരു പ്രാർത്ഥനയുടെ ചൈതന്യമാണ് ആ ശ്രേഷ്ഠ പിതാവ് നമുക്ക് കാണിച്ചു തരാനിടയായി തീർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തി ഏകദേശം 13ഓളം ബിഷപ്പുമാരെ സഭയ്ക്ക് വേണ്ടി വാഴിക്കുവാൻ 350-ൽ പരം വൈദിക ശ്രേഷ്ഠർക്ക് പട്ടം കൊടുത്തുകൊണ്ട് സഭയുടെ ആ ഒരു ശ്രേഷ്ഠതയെ കാത്തു സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണമുള്ള ആ വലിയ അനേകരെ തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹത്തെ കർത്താവ് ഉപയോഗിച്ചെന്ന് കാണുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം അല്ലെങ്കിൽ ആ ഫ്യൂണറൽ സമയത്ത് ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ പലപ്പോഴും 2004 കാലഘട്ടങ്ങളിലൊക്കെ സെമിനാരി പഠിക്കുന്ന സമയത്ത് പരിശുദ്ധ പാത്രികസ് ബാവ തിരുമനസ്സുകൊണ്ടൊക്കെ നാട്ടിൽ എഴുന്നള്ളുന്ന സമയത്ത് അന്ന് എല്ലാ പള്ളികളിലും പോയി കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ ആ വലിയ ശക്തി. അപ്പോൾ ഇത് അവിടെ മഴ പെയ്യുന്നുണ്ടെന്നാൽ പരിശുദ്ധ പിതാവ് ഇവിടെ കടന്നു വന്നപ്പോൾ ഈ ദേശം മുഴുവൻ ശാന്തമായി. അങ്ങനെ ആ ഒരു വലിയ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള വിവരിക്കുന്നതായ ആ ഒരു ശക്തമായ ആ ഒരു പ്രസംഗമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. കാരണം ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിലൂടെ പ്രകൃതിയെ മാറ്റിമറിക്കാൻ, പ്രകൃതിയെ നിയന്ത്രിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതാണ് ആ ഒരു അന്ത്യസമയത്തും അത് പ്രകൃതി അനുകൂലമായിട്ടൊക്കെ അത് അടയാളങ്ങളിലൂടെ എത്രമാത്രം വിശുദ്ധനായിരുന്നു, പ്രാർത്ഥനയുടെ ചൈതന്യം എത്രമാത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പ്രകടമാകാൻ തക്കവണ്ണം തീർന്നിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് വലിയൊരു ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടും. നാളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ ഘടകങ്ങളിലേക്ക് അദ്ദേഹം ചേർക്കപ്പെടാൻ തക്കവണ്ണം ഇടയായി തീരും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. കാരണം അത്രമാത്രം ഒരു പ്രാർത്ഥനയുടെ തലങ്ങൾ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നേടിയെടുക്കാൻ തക്കവണ്ണം സാധിച്ചിരുന്നു എന്നുള്ളത് വളരെ നമുക്ക് സന്തോഷിക്കുവാനും നമുക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം ഇടയായി തീരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠ പിതാവ് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക്, ആ വിശുദ്ധ പിതാക്കന്മാരുടെ ഗണങ്ങളിലേക്ക്, സ്വർഗീയ മാലാഖമാരുടെ ഗണങ്ങളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് നിരന്തരം സഭയ്ക്ക് വേണ്ടി, സഭാമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടോക്കാണ് എൻ്റെ വാത്സല്യ മക്കളെ. ആ വാത്സല്യ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ ഓർത്ത് അദ്ദേഹത്തെ വിളിക്കാനുള്ള വലിയൊരു കൃപ അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഒറ്റ പ്രാവശ്യം കണ്ട് പരിചയപ്പെട്ടാൽ ആ പേര് മറക്കത്തില്ല, അദ്ദേഹത്തിന് മുഖം മറക്കത്തില്ല. അങ്ങനെ പേര് ഓർത്ത് വിളിച്ച് ആ ഒരു വ്യക്തികളുമായിട്ടുള്ള ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിരുന്ന ഒരു പിതാവ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും നാളുകളിൽ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ വാത്സല്യത്തോടെ ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ വീണ്ടും കടന്നു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ആ സ്വർഗീയ ഗണങ്ങളിലേക്ക് അദ്ദേഹത്തെ ഉയർത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കൂടി തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ട ഒരു ഭാവം എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊക്കെ കുശലം പറയുന്ന, അവരോട് സംസാരിക്കുന്ന ഒത്തിരി ഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളെ എല്ലാം ഒത്തിരി വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരു പിതാവ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ വാത്സല്യവും സ്നേഹവും നാളുകളിലും അനുഭവിച്ചറിയാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. Thank you very much, Rambajan, for sharing your inspiration about Baba Tirumeni and his blessed prayer life. May I now request Reverend Father Dr. Thomas Jacob Manimela, the Diocesan Priest Secretary, to give a condolence message. തിരുമേനി ദൈവതിരുനാമപ്പെടുമാറാകട്ടെ. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അഭിമന്യ പിതാവായിരിക്കുന്ന ഹിസ് ഗ്രേസ് ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് തിരുമേനി,
അഭിമന്യ ജോഷുവ റമ്പാച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട രഞ്ജു കുര്യനച്ഛന്, എൽദോസ് വക്രമ്പലച്ഛന്, മറ്റ് വൈദിക ശ്രേഷ്ഠര്, കമാൻഡർ ജോർജ് പടിക്കക്കൂടി, അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന വർഗീസ് എബ്രഹാം, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ഐസക് റോയ്, യൂത്ത് അസോസിയേഷൻ അംഗങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയ്ക്ക് സമാനതകൾ ഇല്ലാത്തതായ മഹാപൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ശ്രേഷ്ഠ ബാവായുടെ ഈ വളരെ ശ്രേഷ്ഠമായ ഒരു അനുസ്മരണം നമ്മുടെ യൂത്ത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്ന എല്ലാ അതിൻ്റെ ഭാരവാഹികളെയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. അഭിനന്ദ തിരുമേനി പറഞ്ഞതുപോലെ വളരെ ഒരു സോളമനായിട്ടുള്ളതായ ഒരു സമയത്തിലാണ് നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കും, ഹിസ്റ്ററി ഓഫ് ദ ജാക്കബൈറ്റ് ചർച്ച് ഇൻ ദ മോഡേൺ എറ, എസ്പെഷ്യലി ആഫ്റ്റർ ദ സെക്കൻഡ് മില്ലിനിയം, is equal to the history of the high priesthood of his beatitude Abunmor Vesalius Thomas first. ബാവായുടെ കൂട്ടത്തിൽ പേഴ്സണലായിട്ട് എനിക്ക് ആദ്യമായിട്ട് അല്പസമയം ചെലവഴിക്കാനും അല്ലെങ്കിൽ അടുത്ത് ഇടപഴകുവാനും ഒക്കെ ഉള്ളതായ അവസരം ലഭിച്ചത് അഭിമന്യ നമ്മുടെ തിരുമേനിയോടൊപ്പം അന്ന് ശ്രേഷ്ഠ ബാവായും അതുപോലെ തന്നെ നമ്മുടെ സെമിനാരിയുടെ പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ ആദായ ജേക്കബ് കോറപ്പിസ്കോപ്പായും ഒക്കെ ഒന്നിച്ച് ചേർന്ന് ഇവിടെ ഔദ്യോഗികമായിട്ട് ജർമ്മനി സന്ദർശിച്ചതായ സമയത്താണ് അന്ന് എയർപോർട്ടിൽ, ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ബാബായെ സ്വീകരിക്കുന്നതിന് പോകുന്നതിനൊക്കെ സാധിച്ചു. നമ്മളിൽ നിന്നും കടന്നു പോയിരിക്കുന്ന ബിജി ചെറുത്തലാട്ടച്ചനോടും ഒക്കെ ചേർന്ന് അവിടെ പോകുവാനും പിതാവിനെ സ്വീകരിക്കുവാനൊക്കെ സാധിച്ചു. അതിനുശേഷം ശ്രേഷ്ഠ ബാബായുമായിട്ട് അന്ന് ഇവിടെ പലയിടത്തുമൊക്കെ യാത്ര ചെയ്യുന്നതിനുള്ളതായ അവസരം ലഭിച്ചു. അഭിമന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ ആ സമയത്ത് അന്ന് നവംബർ മാസം 2004 നവംബർ 20 ജർമ്മനിയുടെ ആദ്യത്തെ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഇടവക നമ്മുടെ ശ്രേഷ്ഠ ബാവ അന്ന് കുർബാനയ്ക്ക് ഇവിടെ ചേർന്ന് അന്ന് സെന്റ് മേരീസ് മലങ്കര യാക്കോബായ ഇടവക എന്ന നാമകരണം ചെയ്ത് അന്ന് ഇവിടെ ആദ്യമായിട്ട് ജർമ്മനിയിൽ ഒരു ഇടവക സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത്. അത് കഴിഞ്ഞ ശേഷം ബാവ നമുക്ക് ഒരു എഴുത്തുമൊക്കെ തന്നിട്ടാണ് പോയത്. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇതുപോലെ ജർമ്മനിയിലെ ഇടവക ആരംഭിക്കാൻ തക്കവണ്ണം ദൈവം കരുണ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അന്ന് ശ്രേഷ്ഠ പിതാവിൻ്റെ കൈകളാൽ തന്നെ കൈകൊണ്ട് തന്നെ എഴുതി ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രധാന അനുഗ്രഹിക്കപ്പെട്ടവരെ അന്ന് മുതൽ ഇന്ന് വരെയും നമ്മുടെ പരിശുദ്ധ സഭ ഈ യൂറോപ്പില് ജർമ്മനിയിലും ഒക്കെ ദൈവകൃപയാൽ വളരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ജർമ്മനിയിലുള്ളതായ നമുക്കറിയാം യൂറോപ്പിലുള്ളതായ ആളുകളാണ് നമ്മളൊന്നിച്ച് കൂടിയിരിക്കുന്നതെങ്കിലും ജർമ്മനിയിലെ സംബന്ധിച്ചിടത്തോളം അന്ന് ചുമതലയേറ്റിരുന്നതായ നമ്മുടെ തെയോഫിലോസ് തിരുമേനിയോട് ചേർന്ന് അന്ന് ശ്രേഷ്ഠ ബാബ ഇവിടെ വന്നപ്പോൾ ജർമ്മനിയിലെ ഈ ഇടവക ആദ്യമായിട്ട് ആരംഭിച്ചു. നമുക്ക് വളരെ സന്തോഷമുള്ളതായ കാര്യമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് എല്ലാവർക്കും അത് അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഓർക്കുവാനുള്ളതായ അവസരമാണ്. അന്ന് ബാബായുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപെട്ടു. അതിനുശേഷം ഇവിടെ ജർമ്മനി ഉള്ളതായ നമ്മുടെ സുറിയാനിക്കാർ, ഹെർണയിലുള്ളതായ സുറിയാനി ഇടവകയിലാണ് അന്ന് ബാബായിക്ക് ഇവിടെയുള്ള മലയാളികളെ സ്വീകരണം കൊടുത്തതും അവിടെ സമയം ചെലവഴിച്ചതും വിശുദ്ധ കുർബാന അർപ്പിച്ചതുമൊക്കെ. അപ്പോൾ ഞാൻ അന്ന് നോട്ട് ചെയ്തത് അന്ന് നമ്മുടെ ഇവിടെ ഉള്ളതായ സുറിയാനി സഭാ അംഗങ്ങൾക്ക് ശ്രേഷ്ഠ ബാബാവിനുള്ളതായ ആദരവ് എന്തുമാത്രം ആയിരുന്നു. അല്ലെങ്കിൽ അതിന് ശേഷവും ബാബ എന്ന് പറയുമ്പോൾ ശരിക്കും അവർക്ക് വലിയ അഭിമാനവും വലിയ ഭക്തിയുമാണ്. ഇപ്പോഴും അന്നത്തെ ഇടവക വികാരിയായിരിക്കുന്ന ഈ ഹെർണെ സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ സുറിയാനി സഭയുടെ ഇടവകയുടെ വികാരിയായിരിക്കുന്ന വന്യ സാമുവൽ കോർപ്പിസ്കോപ്പാച്ചനാണ്. ബാബ കാലം ചെയ്യുന്ന അറിഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അച്ഛൻ എന്നെ വിളിച്ച് അച്ഛൻ്റെ അനുശോചനം അറിയിക്കുകയും നമുക്ക് ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നും ബാബായുടെ അനുസ്മരണം നടത്തണമെന്നും ഒക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. എന്നോട് പറയുകയും ചെയ്തു, അവസരം കിട്ടുമ്പോൾ എൻ്റെ അനുശോചനവും കണ്ടോളൻസസും പ്രാർത്ഥനയും ബാബായുള്ളതായ എൻ്റെ ഭക്തി ആദരവുകളും ഞാൻ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്നും അച്ഛൻ എന്നോട്
പ്രത്യേകം പറയുകയുണ്ടായി. അച്ഛനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാവ എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല 100 നാവ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ശ്രേഷ്ഠ ബാവയെക്കുറിച്ചൊക്കെ ഈ സുറിയാനിക്കാർക്ക് ഇടയിൽ ബാവയോടുള്ളതായ വലിയ ആദരവും ബഹുമാനമുണ്ട്. നമുക്കൊക്കെ അത് വലിയ സന്തോഷവും അഭിമാനവും നമുക്കൊരു അംഗീകാരവുമാണ്. ഞാൻ അതിനുശേഷം ഈ നമ്മുടെ സുറിയാനിക്കാരെയുമായിട്ട് നാട്ടിലെ ഗ്രൂപ്പായിട്ട് പോകുമായിരുന്നു. 15-20 ഒക്കെ ആളുകളെയുമായിട്ട് ഒന്നിച്ച് പോകുമ്പോൾ, പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ളതായ ആളുകളെയൊക്കെ ആയിട്ട് പലതവണ നാട്ടിൽ പോയിട്ടുണ്ട്. പോകുമ്പോഴൊക്കെ ബാവായെ നേരത്തെ അറിയിക്കുകയും അഭിനയ തിരുമേനിയും ഒക്കെ വിവരങ്ങൾ അറിയിച്ച് ചെല്ലുമ്പോൾ കോതമംഗലത്തും അതുപോലെ തന്നെ പുത്തൻകുരിശിലും ഒക്കെ ഇവർക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു ദിവസം അതിനുവേണ്ടിയൊക്കെ മാറ്റിവെക്കുമായിരുന്നു. നമ്മുടെ സെമിനാരിലും ഒക്കെ കടന്നു ചെല്ലുമായിരുന്നു. അപ്പൊ ഇവർക്ക് അവിടെ ബാവായുടെ പേഴ്സണൽ മുറിയിൽ കയറി ചെല്ലാനുള്ള ഫ്രീഡം പ്രത്യേകിച്ചും കോതമംഗലത്തും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ ലഭിച്ചപ്പോൾ അവരൊക്കെ ഒത്തിരി പറഞ്ഞിട്ട് ഈ ബാവ ഇത്ര സിമ്പിളായിട്ടാണോ താമസിക്കുന്നത്. ബാബായുടെ തൊട്ടമംഗലം കോതമംഗലത്ത് ആളുകളെ സ്വീകരിക്കുന്ന മുറിയുടെ തൊട്ട് ചേർന്ന് തന്നെയാണ് ബാബായുടെ ബെഡ്റൂമും ഒക്കെ. ചിലപ്പോൾ അതിലേക്ക് കയറി അപ്പുറത്തെ മുറിയുടെ ഒക്കെ പോകേണ്ടി വരുമ്പോഴത്തേക്കിന് അവരെല്ലാവരും പറയുകയുണ്ടായി ഇത്ര സിമ്പിളായിട്ടാണ് ഈ ബാവ ജീവിക്കുന്നതെന്നൊക്കെ. അവർക്കൊക്കെ വലിയ ആ ബാബായുടെ ലാളിത്യം വളരെയധികം അവരെ സ്പർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുത്തൻകുരിശിൽ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നു, പുത്തൻകുരിശിലെ വേറെ തവണ ബാബ പറഞ്ഞു 5 മണിയാകുമ്പോൾ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ 5:30 ആയപ്പോൾ ചെന്നു. പക്ഷേങ്കിൽ ബാബ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 7 മണിയോളമായി. കാരണം കോഴിക്കോട്ട് ഒരു പള്ളി കൂദാശ കഴിഞ്ഞിട്ട് അതിനുശേഷം വന്ന വഴിക്ക് വേറെ ഏതോ പള്ളികളിൽ സന്ദർശിച്ച ശേഷമാണ് ബാബ വരുന്നത്. അപ്പം ബാബ വന്നപ്പോഴേ ക്ഷമ പറയുകയാണ്. അവർക്ക് എല്ലാവർക്കും വളരെ, ഞാൻ വേണമെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് വളരെ എന്താണ് ബാബ ഈ പറയുന്നത്, ഞങ്ങളോട് ക്ഷമ പറയുന്നത്, നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. അപ്പം ഞാൻ ഇടയ്ക്ക് ബാബയോട് ചോദിച്ചു, ബാബ ഇങ്ങനെ ഇത്രയും ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആരോഗ്യമൊക്കെ നോക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബാബ പറഞ്ഞത് ഒരു കാര്യം എന്നെ വളരെയധികം സ്പർശിക്കുകയും എൻ്റെ ഈ എളിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ അതെനിക്ക് ഒത്തിരി താങ്ങുന്നതിൽ ഒത്തിരി എൻകറേജ്മെന്റ്, പ്രോത്സാഹനം എനിക്ക് നൽകിയിട്ടുണ്ട്. ആ ബാബ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മോനെ, ഞാൻ ഇരുന്നാൽ സഭ ഇരിക്കും, ഞാൻ ഓടിയാൽ സഭ ഓടും. അതാണ് എനിക്കപ്പെട്ടൊരു. ഞാൻ ഇവിടെ ആദ്യം ഇപ്പോഴാണല്ലോ കുറച്ച് അച്ഛന്മാരും ഒക്കെ വൈദ്യരൊക്കെ യൂറോപ്പിൽ കൂടുതലായിട്ട് കടന്നു വരുവാനിടയായി. അപ്പോൾ അഭിനന്ദ തിരുമേനി ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നപ്പോഴും അതിനുശേഷം നമ്മൾ ദൂരെയൊക്കെ ഒത്തിരി യാത്ര ചെയ്യേണ്ടതായ ആവശ്യങ്ങളുണ്ടായിരുന്നു. കുർബാനയ്ക്കായിട്ടൊക്കെ പോകേണ്ടതായ അവസരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ശാരീരികമായ ക്ഷീണമൊക്കെ തോന്നുമ്പോഴും ഈ നമ്മുടെ ശ്രേഷ്ഠ ബാബ പറഞ്ഞതായ കാര്യം, ഞാനിരുന്നാൽ സഭയിരിക്കും. സഭയെ അത്രമാത്രം സ്നേഹിച്ചതായ ഒരു പിതാവ്. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഫിലിപ്പേ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും അവരവരുടെ സ്വന്തം കാര്യം അന്വേഷിക്കുന്നതിൽ തിമോത്തിയോസോ അവന് യേശു ക്രിസ്തുവിന്റെ കാര്യം അന്വേഷിക്കുന്നത്. ഞാൻ ഇനിയും ഫിലിപ്പിൽ കടന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ തിമോത്തിയോസിനെ അങ്ങോട്ടേക്ക് വിടുവാൻ ആഗ്രഹിക്കുന്നു. അവനെ പോലെ എനിക്ക് ശുശ്രൂഷ ചെയ്തിട്ടുള്ളതായ ആളില്ല. അവന് എല്ലാവരും സ്വന്തം കാര്യം താല്പര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവന് യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് ശുശ്രൂഷിക്കുന്നതായ ഒരു മകൻ വേറെ ഇല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും പരിഗണന വരുമ്പോൾ ശ്രേഷ്ഠ ബാവ തൻ്റെ ആരോഗ്യവും തൻ്റെ പ്രയാസങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട്, അത് വലിയ കാഴ്ചപ്പാടാണ്. ഞാനിരുന്നാൽ സഭ ഇരിക്കും എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവർ, നമ്മൾ കർത്താവിനുള്ളതായ സ്നേഹത്തെ പ്രതി അങ്ങനെ നമ്മുടെ ശുശ്രൂഷയിൽ, വൈദിക ശുശ്രൂഷയിൽ, നമ്മുടെ ഓരോ വിശ്വാസികളും അവരുടെ ആത്മീയ ശുശ്രൂഷയിൽ ഈ ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ സഭയ്ക്കത് കുഴപ്പമാണ്, സഭ ഇരുന്ന് പോകുന്നുള്ളത് ആ ചിന്ത, അത് നമ്മളെ ശ്രേഷ്ഠ ബാബായിക്കുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഞാൻ എത്രയോ ബലഹീനതകൾ എനിക്ക് ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോഴും 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആ കാര്യം തനിക്ക് കിട്ടിയിട്ടുള്ളതായ, അല്ലെങ്കിൽ താൻ സുവിശേഷത്തിന് വേണ്ടി താൻ അനുഭവിച്ചതായ പീഡനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ വന്നപ്പോൾ, കഠിനാധ്വാനത്തിലും വിഷമസന്ധിയിലും ഒക്കെ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ തണുപ്പിലും നഗ്നതയിലും ഒക്കെ ഞാൻ ജീവിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇവയ്ക്കെല്ലാം പുറമെ ഈ ബലഹീനമായ അല്ലെങ്കിൽ ലൗകികമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ സഹിച്ചു. എന്നാൽ അതൊന്നും അല്ല കാര്യം. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെ കുറിച്ചുമുള്ളതായ എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഈ ശ്രേഷ്ഠ ബാവയുടെ ഹൃദയം, സഭയെക്കുറിച്ചുള്ളതായ വലിയ ഭാരം, അത് ശ്രേഷ്ഠ ബാവ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. അതിനൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിൽ അതിനെക്കാട്ടിലെല്ലാം ഉപരിയായിട്ട് അവയ്ക്കെല്ലാം പുറമെ സകല സഭകളെ കുറിച്ചുമുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ സഭയുടെ ഓരോ കൊച്ചു ഇടവുകളിലും ഈ ശ്രേഷ്ഠ പിതാവ് എത്രമാത്രം ശ്രദ്ധിച്ചു നിന്നിരുന്നുള്ളത് സഭയും ആയിട്ട് ബന്ധപ്പെട്ട് തിരുമേനിയൊക്കെ ആ കാര്യം പറയുകയുണ്ടായല്ലോ.
നല്ല അനുഗ്രഹിക്കപ്പെട്ടവരെ സഭയെക്കുറിച്ചുള്ളതായ വലിയ ഭാരം, വേദന, അത് നമ്മുടെ പരിശുദ്ധ യാക്കോബ സുറിയാന സഭയെക്കുറിച്ച് മാത്രമല്ല, എല്ലാ സഭകളെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചുള്ളതായ എരിവ്, അത് തിരുമേനി ഓർപ്പിച്ചതുപോലെ പുത്തൻകുരിശ് കൺവെൻഷൻ, ഇതെല്ലാം തൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ തൻ്റെ സ്നേഹവും സഭയെക്കുറിച്ചുള്ളതായ തൻ്റെ കാഴ്ചപ്പാടും ഈ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ സഭ ഇരിക്കുന്നുള്ള ചിന്ത നമുക്ക് ധൈര്യം തരട്ടെ. നമ്മുടെ ശുശ്രൂഷകളിൽ മുന്നോട്ട് പോകാൻ എത്രമാത്രം ഓടിയാലും നമ്മുടെ വൈദികരൊക്കെ ഇവിടെ ധാരാളം യാത്ര ചെയ്താണ് ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം ഉണ്ട്. ഈ വന്യപിതാവ് നമ്മോട് കാണിച്ചുള്ള ശ്രേഷ്ഠപിതാവ് നമുക്ക് നൽകിയതായ വലിയ ആ ഒരു ഉത്തേജനം നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ആത്മായ ശുശ്രൂഷകളെല്ലാം പ്രിയമുള്ളവർ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെങ്കിൽ ഞാനിരുന്ന സഭ ഇരിക്കും എന്നുള്ളതായ ആ പിതാവ് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമുക്ക് ആ അഭിവന്യ പിതാവ് നമുക്ക് തന്നിട്ടുള്ളതായ വലിയ നേതൃത്വവും ആത്മീയമായ ശിക്ഷണവും ആത്മീയമായ പ്രബോധനങ്ങളും ഒക്കെ മുന്നോട്ട് നയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് ഇടയാകട്ടെ. ശ്രേഷ്ഠ പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you very much, dear Achan, for enriching us with blessed memories of our Baba Tirumeni, especially about the beginnings of our church in Germany through God's grace. May I now request Reverend Father Eldos Vataparambil, the Vice President of the Vanitha Samajam and former Secretary to Baba Tirumeni, to give a condolence message. ബറക്കുമാർ തിരുമേനി, ബഹുമാനപ്പെട്ട അമ്പാച്ചൻ, തോമസ് അച്ഛൻ, രഞ്ജു അച്ഛൻ, ജോർജ് ഏട്ടൻ, വർഗീസ് ഏട്ടൻ, കൗൺസിലിന്റെ ഭാരവാഹികൾ, യൂത്ത് അസോസിയേഷന്റെ ഭാരവാഹികൾ, അഭിമന്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ശ്രേഷ്ഠഭാവയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ദിവസങ്ങളോളം പറയാനുള്ള കഥകൾ, പ്രത്യേകിച്ച് ഭാവയോട് ചേർന്ന് നിന്നവർക്ക് ഒരുപാട് പറയാൻ ഓർമ്മകളുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായി പറഞ്ഞാൽ ഭാവയുടെ വലിയ സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെ ഒരുപാട് അനുഭവിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറത്ത് എല്ലാ കാലത്തും ഞാൻ ബാവയോട് എന്താവശ്യപ്പെട്ടാലും എന്നോട് ബാവ നോ പറയാറില്ലായിരുന്നു. ഞാൻ ബാവയോടെങ്കിലും പോകുമ്പോൾ ഞാൻ വരുവാന്ന് പറഞ്ഞാൽ വന്നോളം പറയും. എന്താവശ്യപ്പെട്ടാലും ബാവ അത് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. എനിക്ക് 2005 നമ്മള് ബാവയുടെ ജീവിതത്തിൽ എപ്പോഴും നോക്കുമ്പോൾ ആദ്യകാലങ്ങളിലും അവസാന കാലങ്ങളിലും ഒക്കെ പ്രതിസന്ധികളിലൂടെയാണ് ബാവ സഞ്ചരിച്ചിരുന്നത്. ആ പ്രതിസന്ധികളെ ബാവ അതിജീവിച്ചത് തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ പ്രാർത്ഥനയിലൂടെയാണ്. ആശ്വാസം കണ്ടെത്തിയിരുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതിനെ അതിജീവിച്ചിരുന്നതും പ്രാർത്ഥനയിലൂടെയാണ്. 2005 തൃക്കുന്നത്ത് സെമിനാരിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ഒരു സമയം. അവിടെ ആ ദിവസം രാത്രിയില് തൃക്കുന്നത്ത് സെമിനാരിയുടെ മുമ്പിൽ, പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അവിടെ ഒരു പ്രതിഷേധം, പ്രാർത്ഥനാ പ്രതിഷേധം നടക്കുകയാണ്. ബാവ കുറെ സമയം റോഡിൽ നിന്ന്, ബാവയുടെ ചുറ്റും തിരുമേനിമാരുണ്ട്, ആളുകളുണ്ട്. കുറച്ചു കഴിഞ്ഞ് ബാവ ആ റോട്ടില് ഇരുന്നു. അത് ഇങ്ങനെ സമയങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവിടെ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോ പുറകെ ഞാനും ഇരിക്കുന്നുണ്ട്. ബാവ കുറച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ മടിയിലേക്ക് കിടക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മടിയിൽ കിടന്നു. അത് മണിക്കൂറുകൾ അവിടെ ബാവ റോട്ടില് മഴയത്ത് ഇങ്ങനെ കിടക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്ത അവശതയായി. എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. പക്ഷെ മറ്റച്ഛന്മാരും ചെമ്മാശന്മാരും ഒക്കെ എൻ്റെ പുറത്തേക്ക് ചാരി അങ്ങനെ അവിടെ ഇരുന്നു. അത് എനിക്ക് തോന്നുന്നു 3-4 മണിക്കൂറുകൾ അങ്ങനെ ബാവ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം വീണ്ടും ഉപവാസ പ്രാർത്ഥന തുടർന്നു. ഞാനത് പറഞ്ഞത്, പിന്നീട് ഒരു ദിവസം ബാവയോട് ഞാൻ ചോദിച്ചു, ബാവയ്ക്ക് എങ്ങനെയാണ് അത്ര സമയം അങ്ങനെ കിടക്കാൻ പറ്റുന്നത്? അരമണിക്കൂർ പോലും എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. ബാവ അന്നും വാർദ്ധക്യത്തിലാണ്. അന്ന് ബാവ എന്നോട് പറഞ്ഞത്, മോനെ, ഒന്ന്
എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ ജനം, പരിശുദ്ധ സഭ, പിന്നെ നമ്മുടെ ലക്ഷ്യമാണ് ഏറ്റവും വലിയ പ്രധാനം. എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മളെ കരുതുന്ന കർത്താവ് നമുക്ക് ശക്തി തരും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. എനിക്കൊരു ക്ഷീണം പോലും തോന്നിയില്ല എന്നാണ് ബാവ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബാവയുടെ ഡെഡിക്കേഷൻ അത്രമാത്രമായിരുന്നു, സഭയോടുള്ള സ്നേഹം അത്രമാത്രമായിരുന്നു. കൂടെ നിൽക്കുന്ന സഭാ മക്കളെ അഭിനന്ദ തിരുമേനി ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ അവരെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്ന ഒരു രീതി ഭാവിക്കില്ലായിരുന്നു. അവരുടെ മുമ്പിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതായിരുന്നു ബാവ. അങ്ങനെ ഒരുപാട് ബാവയെക്കുറിച്ച് ഓർക്കാനുള്ള ഓർമ്മകളുണ്ട്. ഈ പ്രത്യേകിച്ച് രഞ്ജു അച്ഛനോട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരുമിച്ച് ചേരുവാനും ബാവയെ ഓർക്കുവാനും ബാവയുടെ സ്മരണകളിലൂടെ പോകുവാനും അവസരമൊരുക്കിയതിന് ഞാൻ നിർത്തുന്നു. Thank you, Achan, for sharing the great things that our God enabled our beloved Baba Tirumeni to do. May I now request Commander George Parikyakuri, Sabha Managing Committee member, to give a condolence message. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്ദ്യ ഡോക്ടർ കുര്യാക്കോസ് മാർ തിയോഫിലോസ് തിരുമേനി, വന്ദ്യ ജോഷുവ റമ്പാച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ളവരെ, 1974 മുതൽ ഏകദേശം 50 വർഷമായി ബാബയുമായി എനിക്ക് സ്നേഹബന്ധമുണ്ടായിരുന്നു. വലിയ പാറകൾ കൊണ്ട് നിറഞ്ഞ ഒരു കുന്നിൽ ബാബയുടെ പ്രാർത്ഥനയും ശാരീരികവും ആത്മീയവുമായ സമർപ്പണം കൊണ്ടാണ് 1974 ഞങ്ങളുടെ ചാപ്പൽ സ്ഥാപിതമായത്. ഞാൻ ഓർക്കുന്നു, അതിരാവിലെ ചാപ്പൽ പണി നടക്കുന്ന സമയത്ത് ബാബ അവിടെ വരുന്നു. ഒരു സാധാരണ കൂലിക്കാരനെ പോലെ പാറകൾ പൊട്ടിച്ച് മണ്ണ് ചുമന്ന് ആ ചാപ്പൽ നിർമ്മാണത്തിൽ പങ്കുചേരുമായിരുന്നു. അന്നു മുതൽ എനിക്ക് ബാബയോടുള്ള ആരാധനയും സ്നേഹവും ബന്ധവും തുടങ്ങിയതാണ്. 1989 ബാബയുടെ ആദ്യ യൂറോപ്പ് സന്ദർശനം. വന്യ ആദായി ജേക്കബ് കോറപ്പിസ്കോപ്പായോടൊപ്പമായിരുന്നു വിയനായിൽ വന്നത്. ജർമ്മനിയിൽ വന്നിട്ട് വിയനായിലേക്കാണ് വന്നത്. യൂറോപ്പിലെ പ്രഥമ ദേവാലയമായ സെന്റ് മേരീസ് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് സ്ഥാപിതമായത് അന്നാണ്. 1974 ഞങ്ങളുടെ ചാപ്പൽ സ്ഥാപിതമായപ്പോഴും 89 വിയനായിലെ പ്രഥമ ദേവാലയം സ്ഥാപിതമായപ്പോഴും ശ്രേഷ്ഠ ബാബായോടൊപ്പം എനിക്ക് പങ്കാളിയാകുവാൻ സാധിച്ചതിൽ വളരെയധികം അനുഗ്രഹപ്രദമായി കാണുന്നു. ബാബ വിയനായിൽ വന്നപ്പോൾ കുറേ ദിവസം ബാബയോടൊപ്പം ഞങ്ങൾക്ക് ചിലവഴിക്കുവാൻ സാധിച്ചു. ഞങ്ങൾ വീടുകളിലും റെസ്റ്റോറൻറ്റുകളിലും പോയി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ബാബ പറയുന്ന ഓരോ തമാശകളും ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. പിന്നീട് 2004 ബാബയും അഭിവന്ദ്യ ചീച്ചക് തിരുമേനിയും നമ്മുടെ തിയോഫിലോസ് തിരുമേനിയും വിയനായിൽ വന്നു. ആ 2 ദിവസവും ബാബയോടും തിരുമേനിയുടെയും ഒപ്പം എനിക്ക് ചെലവഴിക്കുവാൻ സാധിച്ചതും വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ബാബയെപ്പറ്റി ഒത്തിരി പറയുവാനുണ്ട്. സമയപരിമിതി മൂലം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഒത്തിരി വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്കുണ്ട്. ബാബ ഒരു ഗാന്ധിയൻ മാർഗത്തിലൂടെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയാണ് സഭയെ നയിച്ചത്. ഏതൊരു പ്രശ്നത്തിനും ബാബ പരിഹാരം കാണുമായിരുന്നു. പ്രാക്ടിക്കൽ സൊല്യൂഷൻ എപ്പോഴും ബാബയുടെ പക്കൽ ഉണ്ടായിരുന്നു. സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴെല്ലാം ബാബ വിശ്വാസികൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് സഭയുടെ കൂട്ടായ്മയ്ക്കും വളർച്ചയ്ക്കും പ്രധാന കാരണമായിരുന്നു. ബാബയുടെ ആത്മവിശ്വാസവും നേതൃപാഠവും കാഴ്ചപ്പാടുകളും കരുത്തും കൊണ്ടാണ് സഭ കെട്ടുറപ്പോടെ നിലനിൽക്കുന്നത്. ഏത് പ്രതിസന്ധികൾക്കിടയിലും സഭയെ തൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം കൊണ്ടും ദൈവം അനുഗ്രഹിച്ച് നൽകിയ സംഘടന നയതന്ത്ര വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൊണ്ടും ജീവിത അവസാനം വരെ ധീരമായി സഭയെ നയിച്ച പിതാവാണ് ശ്രേഷ്ഠ ബാവ. വിശ്വാസികൾക്ക് ബാവ എന്നും നാഥനായിരുന്നു, വലിയ ഊർജമായിരുന്നു. തനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നിടത്തോളം കാലം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന, സഭയെ നയിച്ചിരുന്ന ആ നല്ല ഇടയന് ശ്രേഷ്ഠ ബാവയ്ക്ക് പ്രണാമം. I can undoubtedly and proudly say that our Baba had the competencies of great leadership, vision, trust building,
communication, teamwork, planning and organizing, accountability, and creativity. These qualities made our Baba a highly qualified, exceptional, extraordinary diplomat and ambassador of our church in the worldwide, and that was and is the success of our church. ശ്രേഷ്ഠ ബാവായുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. Thanking God along with you, dear George Uncle, for enabling you to give us a profound glimpse into our Baba Tirimeni's life through the anecdotes you shared. May I now request Varghese Puduganath Abraham, the Diocese Joint Secretary, to share his condolence message. Barak Mul Tirumeni. May I add my humble voice along with the rest of the priests and the bishop and the laity who all have said. It is an excellent thing that the Youth Association has taken on the responsibility of paying a tribute to our beloved Baba Tirumeni. Yeah. Your Eminence, Dr. Kuriakos Mor Theophilios, Very Reverend Joshua Rambachan, Reverend Thomas Jacob Manimilachan, Reverend Eldus Vataparamilachan, Reverend Ranju Achan, Commander George Padikakudi, the Youth Association Secretary Isaac Roy. Allow me to, at the end of this session, we are close to the end of this session, allow me to read just one verse to summarize what I see from this. I read from Acts chapter 4, verse 13. Now when they saw the boldness of Peter and John and perceived that they were uneducated common men, they were astonished, and they recognized that they had been with Jesus. At the end, there is only this much to say. When you know from where he began and what he has achieved, we can easily sit back and say that it is easy to recognize that our Baba Tirumeni has been with Jesus in his everyday walk of life. St. Paul in 1 Corinthians chapter 11 verse 1 boldly proclaims, imitate me even as I imitate Christ. And that is a cry and a challenge for each of us. And that is why it is important for us at this point of time to remember Baba Tirumeni, to remember his faithful walk in life, which has been amply explained by each of you here who are much more closer to him and have had opportunities to see him closely. And we then have the opportunity to imitate his walk of faith. Praising God and thanking especially the Youth Association, especially Ranju Achan and others. And of course, thanking our beloved Tirumeni, who's way past midnight at this point of time. Praising God and thanking each one of you for this opportunity. Thank you. Thank you very much for telling us why we are gathered today. Summarized in Hebrews chapter 13, verses 7. Remember your leaders, those who spoke to you the word of God. Consider the outcome of their way of life and imitate their faith. So we are gathered together to remember our beloved Kaduliga Baba and imitate his faith. May I now ask Anita Thomas to give the vote of thanks. Thank you, Sophia. ത്രിയേകദൈവത്തിന് സ്തുതി. അഭിവന്ദ്യ പിതാവ് ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്കും ഇന്ന് ഈ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത ശ്രേഷ്ഠ ആചാര്യന്മാർ, വിശിഷ്ട വൈദികർ, വിശ്വാസി സമൂഹങ്ങളെ എല്ലാവർക്കും കർത്തൃനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. കാലം ചെയ്ത പുണ്യപ്പെട്ട പിതാവ് ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി അർപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ വേളയിൽ അഭിമന്യ ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് എന്റെ വാത്സല്യ മക്കളെ എന്നുള്ള ബാബ തിരുമനസിന്റെ സ്നേഹത്തോടുള്ള വിളിയാണ്.
ഒരു അഞ്ചലോട്ടക്കാരനിൽ നിന്ന് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ പകരക്കാരനില്ലാത്ത അമരക്കാരനിലേക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ നയിച്ചത് ബാവയുടെ എളിമയാണ്. ഈ വൈകിയ വേളയിലും പരിശുദ്ധ ബാവ തിരുമേനിസിനെ കുറിച്ച് ഇത്രയും നല്ല മെമ്മോറിയൽ സ്പീച്ച് നമുക്ക് വേണ്ടി പങ്കുവച്ച അഭിവന്ദ്യ തിരുമേനിക്ക് മലങ്കര സിറിയക് ഓർത്തഡോക്സ് ചർച്ച് യൂറോപ്പ് ഭദ്രാസനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂത്ത് അസോസിയേഷന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അനുശോചന യോഗത്തിൽ ബാവ തിരുമനസിനെ കുറിച്ച് ഉള്ള അനുഭവം പങ്കുവച്ച ഡയോസിയസിന്റെ സെക്രട്ടറി റവറൽ ജോഷുവ റമ്പാച്ചനും ബഹുമാനപ്പെട്ട തോമസ് മണിമല അച്ഛനും ഫാദർ എൽദോസ് വട്ടപ്പറമ്പിൽ അച്ഛനും പങ്കെടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും യൂത്ത് അസോസിയേഷന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ശ്രേഷ്ഠ കാതോലിക്ക തിരുമനസിനെ കുറിച്ച് അനുഭവം പങ്കുവച്ച കമാൻഡർ ജോർജ് ചേർന്നും ജോയിന്റ് സെക്രട്ടറി ആയ വർഗീസ് ചേർന്നും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഡയോസിസിന്റെ ഭാരവാഹികൾക്കും കൗൺസിൽ മെമ്പേഴ്സിനും യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾക്കും സൺഡേ സ്കൂൾ ഭാരവാഹികൾക്കും വനിതാ സമാജത്തിന്റെ ഭാരവാഹികൾക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിലേക്ക് പങ്കുചേർന്ന എല്ലാ ഇടവകയിൽ നിന്നും യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസ സമൂഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച യൂത്ത് വൈസ് പ്രസിഡന്റ് റവർ ഫാദർ രഞ്ജു അച്ഛനും യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ഐസക് ചേട്ടയ്ക്കും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ സഹായിച്ച എല്ലാ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾക്കും എന്റെ പേരിലും യൂത്ത് അസോസിയേഷന്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് ഇവിടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Our sincere gratitude to you, Anita Jeji. May I now request His Eminence, Dr. Kuriakos More Theophilios, to conclude the evening with a prayer and benediction. Before I say the benediction, let me thank our Sophia Moll for the excellent anchoring. So it was really a professional, like a professional anchor. You did an excellent job on behalf of not only the Youth Association, but for our MSOC Europe. I would like to congratulate you and thank you for this excellent task that you have undertaken. And also, along with our Denjuachan, Isaac, and Anita, and the Youth Association, once again, for this unforgettable evening and for this memorial service. Thank you very much. So now let's close this session with a word of prayer. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ബാവ തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരു വലിയ പാഠപുസ്തകം പോലെ പഠിക്കുവാനും അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും തക്കവണ്ണം അവിടുന്ന് ചെയ്ത കൃപയോട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ തുടർന്നുള്ള വിശ്വാസ ജീവിതയാത്രയിൽ ബാവായെ പോലെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കാനും എളിമയോടെ ജീവിപ്പാനും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി നിന്നിൽ മുറുകെ പിടിക്കുവാനും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തിരുമുഖത്തേക്ക് നോക്കി ജീവിപ്പാനും ബാവായുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയും ശക്തിയുമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂത്ത് അസോസിയേഷൻ്റെ എല്ലാ മക്കളെയും പ്രവർത്തകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബാവായുടെ ആത്മാവിനെ സ്വർഗീയോർസ്ലേമി ഭവനങ്ങളിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെ കർത്തൃസന്നിധിയിലേക്ക് യാത്രയായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആത്മാവോടുകൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. So good night. Good night. താങ്ക് യു തിരുമേനി. താങ്ക് യു തിരുമേനി. വൈകിയ വേളയിലും ഇതുവരെ എനിക്ക് തോന്നുന്നു അവിടെ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം നാട്ടില്. ഇതുവരെ ഫുൾ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന്
ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിപ്പിക്കുന്നു തൃക്കരമുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ സോഫിയ തിരുമേനി താങ്ക്സ് പറഞ്ഞെങ്കിലും വളരെ എക്സലൻ്റ് ആയിട്ട് ഈ പ്രോഗ്രാം കമ്പയർ ചെയ്തു. താങ്ക് യു സോഫിയ ഫോർ കമ്പയറിംഗ് ദിസ് പ്രോഗ്രാം സോ ബ്യൂട്ടിഫുള്ളി ആൻഡ് with in a good structure. Thank you so much, Sophia. Thank you. Good night. വന്നു ചേർന്ന വൈദിക ശ്രേഷ്ഠരോടും എല്ലാ ഭാരവാഹികളോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Praise God. Thank you. Bye.